ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ കുറച്ചധികം ദിവസമായല്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ചധികം ബിസി ആയിപ്പോയി. പിന്നെ ഹെൽത്ത് അത്ര ഓക്കെ അല്ലായിരുന്നു. കണ്ണിന് കുറച്ച് ട്വിച്ചിങ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് കണ്ണൊക്കെ ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് സ്ക്രീൻ ടൈം കൂടിയതുകൊണ്ടാവണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്തായാലും ഇപ്പം ഗെറ്റിംഗ് ബെറ്റർ. സോ ഹാപ്പി സൺഡേ. ഇന്ന് ഞാൻ സൺഡേ ആണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ വരുമ്പോൾ സൺഡേ ആയിരിക്കില്ലായിരിക്കും, എന്നാലും ഇരിക്കട്ടെ, ഒരു ഹാപ്പി സൺഡേ. ഞാൻ പള്ളിയിൽ പോയി ഇന്ന്. പക്ഷേ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാനാണെങ്കിൽ മറന്നുപോയി. പെട്ടെന്ന് ചാടി ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും പള്ളിയിൽ പോയോ? പിന്നെ ഞാൻ പള്ളിയിൽ നിന്ന് വന്നു. ഒരു ഫ്ലവർ വാങ്ങി ഞാൻ, റോസ്, യെല്ലോ കളർ റോസ് ഞാൻ വാങ്ങി. എനിക്ക് ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ വാങ്ങി വയ്ക്കുന്നത് എനിക്കിഷ്ടമാണ്. ഞാൻ സാധാരണ നമ്മുടെ ഒറിജിനൽ ഫ്ലവേഴ്സ് ഇല്ലേ, അത് ഞാൻ വാങ്ങി ഇങ്ങനെ എൻ്റെ റൂമിൽ ടേബിളിൽ വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത് വാങ്ങാൻ പോയപ്പോൾ ഞാനോർത്ത് എന്തുകൊണ്ട് ഒരു പോട്ട് അങ്ങ് വാങ്ങിക്കൂടാ, ഇങ്ങനെ ഈ പോട്ടിൻ്റെ അകത്ത് വയ്ക്കുന്ന റോസ് ചെടിയിൽ. അതാ ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഇതുണ്ടല്ലോ, സണ്ണുള്ള കാരണം ഹോപ്പ്ഫുള്ളി ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. എനിക്ക് പിന്നെ ഇഷ്ടമാണ് ഇങ്ങനെ ഇത് ചെടി നോക്കാനായിട്ട്. എൻ്റെ ബർത്ത്ഡേ ഒക്ടോബർ 13 അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഒരു നല്ല കാര്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു ഫ്ലവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് എനിക്കറിയത്തില്ല, ഇവിടെ ഒക്ടോബറിൽ അങ്ങനെ സമ്മറൊന്നും അല്ലല്ലോ, വിൻ്ററിൻ്റെ സ്റ്റാർട്ടിങ് ആയിരിക്കും. അതുകൊണ്ടാണോ അതങ്ങനെ പിടിച്ചില്ലേ. അപ്പോൾ ഞാനതങ്ങനെ അങ്ങോട്ട് കളയാനായിട്ട് പോയി. ഞാൻ അടുക്കളയിലായിരുന്നു വെച്ചിരുന്നത്, റൂമിൽ വെക്കേണ്ടതിൻ്റെ പകരം അടുക്കളയിലായിരുന്നു ഞാൻ വെച്ചിരുന്നത്. അപ്പം ഞാനാണെങ്കിൽ അത് ഇത് വളരുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ കളയാൻ പോയതായിരുന്നേ. തൊട്ടടുത്ത ദിവസം തന്നെ അവരിൻ്റെ അകത്ത് മൊട്ട് വിടുന്നു. അപ്പോൾ ഞാനോർത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞാൻ നോക്കിയപ്പം ഞാൻ പിന്നെ നാട്ടിൽ ബർത്ത്ഡേ കഴിഞ്ഞിട്ടല്ലേ പോയേ, ഫെബ്രുവരിയിൽ പോയി തിരിച്ച് വന്നപ്പോഴത്തേക്കും ദേണ്ട നിൽക്കുന്നു കുറേ ഫ്ലവേഴ്സ് വളർന്നു നിന്ന്. ഞാനത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം, അതിവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയായി. അതുകൊണ്ട് ഞാൻ പിന്നെ കളഞ്ഞില്ല. അതെന്തായാലും രക്ഷപ്പെട്ട്, ലക്കിയായിരുന്നു. അല്ലെങ്കിൽ ഞാനതെടുത്ത് കളഞ്ഞേനെ. ഓക്കെ, ഇത് ഞാൻ ഈ കവറൊന്ന് മാറ്റട്ടെ. ദേ ഞാൻ കവർ മാറ്റി. നല്ല രസമില്ലേ കാണാനായിട്ട്? ഇതിൻ്റെ റോസ് കളറും ഉണ്ടായിരുന്നു, യെല്ലോ ഉണ്ടായിരുന്നു, റെഡ്, വേറൊരു ടൈപ്പ് റോസ്. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ഇത് വാങ്ങാമെന്ന്. എനിക്ക് യെല്ലോ ഇഷ്ടപ്പെട്ടത്, കാരണം റോസിനൊരു ലൈറ്റ് റോസ് എനിക്കത് ഇഷ്ടമായില്ല. ഇത് ആക്ച്വലി നല്ലോണം വെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇന്ന് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഞാൻ ChatGPT നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. പിന്നെ ഈ പോട്ടിൻ്റെ അടിയിൽ തന്നെ ഹോളുണ്ട്. പിന്നെ ഒരു ഗുഡ് പാർട്ട് എന്നാന്ന് വെച്ചാൽ എനിക്ക് ഈ പോട്ട് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയത്, സെറാമിക് പോട്ട്. ഞാൻ ഓർത്ത് ഇതിനും എക്സ്ട്രാ ഇതുണ്ടാകുമെന്നാണ്, പക്ഷേ എനിക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അതെന്തായാലും ഗ്രേറ്റ് ആയിരുന്നു. ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ അത്. പിന്നെ ഞാനാണെങ്കിൽ മറ്റേ ഇത് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങി വെച്ചതാണ്. ഇതിന് പോട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഞാനൊരു ഗ്ലാസ്സിലാണ് എടുത്ത് വെച്ചത്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഇത് നല്ല ഫൈനായിട്ട് ഇപ്പോൾ ഗ്രോ ചെയ്യുന്നുണ്ട്. കണ്ടോ? ഇതിൻ്റെ അകത്ത് ആക്ച്വലി കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നേ. അതിപ്പോൾ അത് ഫ്ലവേഴ്സ് കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞിട്ട് അത് ഡെഡായി പോകുമല്ലോ, അങ്ങനെ ഡെഡായി പോയതാണ്. പിന്നെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതേ പുതിയതേ ഇത് കണ്ടോ, കാണാമോ? ഇത് പുതിയതായിട്ട് വന്നതാണ്. അപ്പം ഇതുണ്ടോ, ഇങ്ങനെ കൊഴിഞ്ഞു പോകും ഫ്ലവേഴ്സ്. കൊഴിഞ്ഞു പോയാലല്ലേ പുതിയത് വരൂ. സോ ലെറ്റ് ഇറ്റ് ബി. പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ദൃശ്യം കണ്ടായിരുന്നു. ദൃശ്യം ഈ ആഴ്ച ദൃശ്യം കണ്ടു, അതിരടി കണ്ടു. അതിരടിയുടെ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു എന്ന് തോന്നുന്നല്ലേ. ദൃശ്യം കണ്ടു. ദൃശ്യം കുഴപ്പമില്ലായിരുന്നു. ഞാൻ പിന്നെ ദൃശ്യം 2 കണ്ടില്ലായിരുന്നു ആക്ച്വലി. പക്ഷേ ഞാൻ ദൃശ്യം 1 പണ്ടേ ഇറങ്ങി ഫേമസ് ആയിരുന്നല്ലോ, അങ്ങനെ ഞാൻ 1 കണ്ടായിരുന്നു. അപ്പം ഞാൻ 3 കണ്ടു. 3 എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടമൊന്നും പെട്ടില്ല. എനിക്ക് കുറച്ചധികം ലാഗായിട്ടാണ് തോന്നിയത്. പിന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് വന്നതെന്ന് തോന്നുന്നു. എന്തോ എനിക്കങ്ങോട്ട് അത്ര വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കുക. ആരും ചീത്തയാണെന്നൊന്നും പറയത്തില്ല. എനിവേ, അങ്ങനെ എന്തായാലും ലാലേട്ടൻ വാസ് നൈസ്. ഓക്കെ, പിന്നെ എന്താ, പിന്നെ കാണിക്കാൻ മാത്രം ഞാൻ വേറെ 2 ആൾക്കാരെയും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. കാണിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, കാരണം ആൾക്കാരവിടെ വെയിറ്റിങ്ങാണ്. അപ്പം എക്സൈറ്റഡ് ആണോ? ഞാൻ എടുത്തുകൊണ്ട് വരാം അവരെ.
കണ്ണടച്ചോ. റെഡി, 1 2 3. ടടാ, കണ്ടോ? ഇതാണ് എൻ്റെ 2 ബേബീസ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ചെറുപ്പം തൊട്ടേ ഡോൾസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെ എനിക്ക് എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഡോൾസിനെയാണ് വാങ്ങിത്തരുന്നത്. എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഹ്യൂമൻ ബീങ് പോലെ ഇരിക്കുന്ന തന്നെ ഡോൾസ്. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഡോൾസൊന്നും ആ സമയത്ത് ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം എനിക്ക് അതിൻ്റെ അകത്ത് ഒരാളെ ഞാനിവിടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഇവളാണ് ജിയ. അപ്പം ഇവളെ എനിക്കെന്തോ 8ലോ 9ലോ പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് മമ്മി ഒബ്രോൺ മാളിൽ നിന്ന്. ഇത് 2 സിലിക്കൺ ബേബീസാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ വാങ്ങിയതാണ്. ഇവർക്ക് 2 പേർക്കും 1 വയസ്സ് കഴിഞ്ഞു. ഈ റീസെൻ്റ്ലി ആയിരുന്നു ഇവരുടെ ബർത്ത്ഡേ. അപ്പം ഇതാണ് ജെനിഫർ, ഇതാണ് ജാക്വലിൻ. അപ്പം ഇവർ 2 പേരും സിലിക്കൺ ബേബീസ്. ഇവരെ 2 പേരെയും വാങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും. അപ്പം ഞാനാണെങ്കിൽ പാർട്ട് ടൈം ഒക്കെ കിട്ടി, എനിക്ക് സാലറിയൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ രണ്ട് തക്കുട് മണികളെ ഞാൻ വാങ്ങി. ഇവർ 2 പേർക്കും കുറേ ഉടുപ്പുകൾ ഞാനിങ്ങനെ വാങ്ങി മാറി ഇടും. ഇപ്പം ഇവർ 2 പേരും ഞാൻ ട്വിൻസാക്കി വെച്ചേക്കുക. ഹായ് പറഞ്ഞേ, ഹായ് ഹലോ. അപ്പം ഇവരെ ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇവർ 2 പേരും നമ്മുടെ ശരിക്കും നമ്മുടെ നാട്ടിൽ ഞാൻ കഴിഞ്ഞ തവണ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാർ മിസ്റ്റേക്ക് ചെയ്തിരുന്നു. ലൈക്ക് ശരിക്കുമുള്ള ബേബീസിനെ പോലെ. ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് എടുക്കുമ്പോൾ അതേ വെയിറ്റ് അതേ ഇതാണ് 2 പേരും. ഇവളാണ് കുറച്ചുകൂടെ വലിയത്, കുറച്ചുകൂടെ ടോള്. പക്ഷേ ഇവളെക്കാളും കുറച്ചുകൂടെ കുഞ്ഞാണ്. 2 പേരും നല്ല ക്യൂട്ട് മണീസാണ്. 2 പേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒരു ഹായ് കൊടുത്തേക്ക് ഇവർക്ക്. ഇവരെ നമുക്ക് തിരിച്ചു വച്ചേക്കാം. സോ ഇവരെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. എന്തായാലും ഇന്നാണ് സമയം കിട്ടിയത്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ. വേറെ ഒന്നുമില്ല. നാളെ ഇവിടെ ബാങ്ക് ഹോളിഡേ ആണ്, അതുകൊണ്ട് ക്ലാസ്സില്ല. പിന്നെ അടുത്ത ദിവസം മുതൽ വീണ്ടും ക്ലാസ്സുണ്ട്. പിന്നെ പ്ലേസ്മെൻറ്റ് തുടങ്ങും. അപ്പോൾ ഒന്നും കൂടെ ഭയങ്കര ബിസിയായിപ്പോവും. പ്ലേസ്മെൻറ്റ് ഒരു വലിയ സംഭവം. അവിടെ ചെന്നിട്ടുള്ള ജോലിയെല്ലാം ചെയ്യിപ്പിക്കും. അതാണൊരു വിഷയം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.